അപ്പോൾ ബൂട്ട്നീസ് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും പാറോ സോങ്ങിൻ്റെ അടുത്തുനിന്ന് നമ്മളിനിയിപ്പോൾ കുറച്ച് ക്ലോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് എയർപോർട്ട് വ്യൂ ആണ്. അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ മ്യൂസിയത്തിന് ഇന്ന് പോയിട്ട് കാര്യമില്ല, കാരണം നാഷണൽ മ്യൂസിയം അടവാണ്. പാറോ സോങ് നമുക്ക് അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് കാണാം. ഇതും കഴിഞ്ഞ് അടുത്ത ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവർ. സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ എന്തൊരു ഭംഗിയാ. എന്ത് വൃത്തിയും വെടിപ്പായിട്ടാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ ഏതെങ്കിലും ഒരു വാഹനം ഹോണടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റും? ആരുമില്ല, എവിടെയില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്. ഇതാണിപ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന അതിന് സിമിലർ ആയിട്ടുള്ള ടൊയോട്ട കോസ്റ്റർ. ഷോപ്പിംഗ് സെന്ററിലേക്ക് കയറിയിരിക്കുകയാണ്. സാധനങ്ങൾക്കൊക്കെ ഒടുക്കത്തെ വിലയാണ്. ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ പ്രോഡക്റ്റുകൾ വളരെ വില കൂടുതലാണ്. എന്നാലും ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നല്ല പാറോ സോങ്ങിൻ്റെ ഒരു ക്ലോസ് വ്യൂ കൂടി എടുത്താണ് നേരിട്ടാണ്. കുറേ പ്രാവശ്യം എടുത്താണ്. എന്നാലും പാറോ എയർപോർട്ടിൻ്റെ കാഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ പാറോ എയർപോർട്ടിൻ്റെ വ്യൂ പോയിൻ്റ് ആണ്. എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒരു ഇത്തിരി മാറി കുറച്ച് ഹൈറ്റിൽ ആണ് ഈ വ്യൂ പോയിൻ്റ്. ആ വാഹനങ്ങൾ വന്ന് നിൽക്കും. മറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് കാണും. പാറോ എയർപോർട്ട് നമുക്കറിയാലോ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ട്സ് ഇൻ ദ വേൾഡ്. കാരണം ചുറ്റുപാട് മലയാണ്. ഇവിടുന്ന് ഇറങ്ങുന്നതും അതേപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നത് രണ്ടും ഭയങ്കര അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മൾ വന്നപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ഇപ്പം ഫ്ലൈറ്റുകളൊന്നും ഇപ്പം കാണുന്നില്ല. ഒരു ഡ്രുക്കെയറിൻ്റെ ഒരു ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. കുറച്ച് ദൂരമായിട്ട് ഡ്രുക്കെയർ ഉണ്ടല്ലേ, അവിടെ ഓറഞ്ച് കളറിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യേകിച്ച് സൂചനകളൊന്നും കിട്ടുന്നില്ല. പാറോന്ന് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു റിവർ വ്യൂ കുറച്ച് ആൾക്കാർ പൊതുവെ ഇവിടെ ഇറങ്ങാറുണ്ട്. അവിടെ റാഫ്റ്റിംഗ് സർവീസസിൻ്റെ ഒക്കെ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. So you people are going. കല്ല് പൈലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ പിന്നിൽ എന്തോ ഒരു സംഭവം. സ്തൂപം എന്നാണ് ഇവർ പറഞ്ഞത്. തണുപ്പുണ്ട്. വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ആയിപ്പോയി. അയ്യോ, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഈ റിവർ വ്യൂവും കഴിഞ്ഞ് ഇനി നമ്മളുടെ യാത്ര ഫുൻസിലിങ്ങിലേക്കാണ്. പാറോ വിടുകയാണ്. പാറോ നഗരത്തിനോട് ബൈ ബൈ പറയുകയാണ് ഞങ്ങൾ. അപ്പോൾ ഈ റിവർ വ്യൂ എന്നോടും തൽക്കാലം നല്ല മനോഹരമായൊരു സ്ഥലം. നിറയെ എല്ലായിടത്തിലും ഈ കല്ലുകളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. തട്ടുതട്ടായിട്ട് കല്ലുകൾ അടുക്കി വെച്ച് നല്ല മനോഹരമായൊരു സ്ഥലം. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഭൂട്ടാനോട് വിടവാങ്ങുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റെഡിയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇനിയും കുറച്ച് ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Yes, getting inside the bus now. പാറോ ചുസോം എന്ന് നമ്മൾ പോവാണ്. ഇന്ത്യയിലേക്ക് ഹാലേക്കുള്ള വഴിയാണ് അടുത്ത വശത്ത് നമ്മൾ പോകുന്ന സമയത്ത് കാണിച്ചിരുന്നു.
ഭൂട്ടാനിലെ പെട്രോളിൻ്റെ റേറ്റ് കണ്ടോ നിങ്ങൾ? 60 രൂപ, 60.04 ആണ് ഇന്നത്തെ റേറ്റ്. അതുപോലെ ഡീസലിൻ്റെ റേറ്റ് കാണാൻ നമുക്ക് 63.14. നമ്മൾ പെട്രോൾ കൊടുക്കുന്ന രാജ്യത്തിൽ 60 രൂപക്കും നമുക്ക് 100ൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ബാങ്ക ചുക്ക. നമ്മുടെ ഇവിടുത്തെ ലഞ്ചും കഴിഞ്ഞു. ഇനി നമ്മൾ ഫുൻഷിലിങ്ങിലേക്ക് പോവുകയാണ്. 2.5 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും ഫുൻഷിലിങ്ങിലെത്താൻ. ഞങ്ങളെ ഇത്തവണത്തെ ഭൂട്ടാൻ യാത്രയോടൊപ്പം ഒരു ബർത്ത്ഡേ കൂടിയുണ്ട്. പേരാണ് ഷീലാമ്മ മാഡം. ഷീലാമ്മ മാഡത്തിന്റെ ബർത്ത്ഡേ നമുക്ക് സീക്രട്ടായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാണ്. ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ അതിനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. November 3 അപ്പോൾ ശ്രീരാമ മാഡത്തിന് ഹാപ്പി ബർത്ത്ഡേ. Birthday celebration of our dear Sheelama. Sheelama was my childhood friend from in the school, and unfortunately or fortunately I don't know, she got married at a tender age of 18, and she has that is why she discontinued her studies. But actually saying she was a very bright student in the school, and she is a very talented person. She of herself, her daughter, and also her grandchildren, and she is a very good cook also. And the important thing is that she is very kind to all people. So let's happy birthday to you. May God bless you. May God bless you. May God bless you, dear Shirama. Happy birthday to you. നമ്മുടെ മെത്തോപ്പേമ ഹോട്ടലിനോട് നമ്മുടെ ഗസ്റ്റുകളെല്ലാം വിട പറയുകയാണ്. വാഹനം ശരത്ത്, നിഷാദ്, മനു എല്ലാവരും ഭൂട്ടാനോട് യാത്ര പറയാൻ റെഡിയാവുകയാണ്. വരാറായും തോന്നുന്നു. ബസ് ഗേറ്റിൽ കുടുങ്ങി കിടക്കാൻ തോന്നുന്നു. ബൈ ബൈ പറയാം. ആ ബൈ ബൈ എല്ലാവർക്കും. ബൈ ബൈ എല്ലാവർക്കും. ബൈ ബൈ എല്ലാവർക്കും. നിങ്ങളെല്ലാവരും ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ സൈഡിൽ നിൽക്കുവോ സാറേ? വണ്ടി കൊണ്ട് ഇവൻ പുറത്ത് നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാവരും പോയി, നമ്മൾ മാത്രമായ റൂമിൽ. നമ്മുടെ ഒരു പ്രൊഫസർ സുഹൃത്ത് മുമ്പ് ഭൂട്ടാൻ സന്ദർശിച്ചപ്പോൾ നമ്മളോടൊപ്പം വന്നപ്പോൾ മൂപ്പര് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, വേർ നീറ്റ്നെസ് എൻഡ്സ് ഇന്ത്യ ബിഗിൻസ്. അപ്പോൾ അത് അന്നും ഇന്നും എത്ര വർഷങ്ങൾ മുമ്പേയും അന്നും ഇന്നും ഒക്കെ അത് സത്യം തന്നെയായിരിക്കുന്നു. 2 രാജ്യങ്ങളെയും വേർതിരിക്കുന്ന ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ. 2 സമയങ്ങളാണ്. ഭൂട്ടാൻ അരമണിക്കൂർ മുമ്പിലാണ് നമ്മളെക്കാൾ. പക്ഷേ അത് സംസ്കാരത്തിന് എന്തുമാത്രം വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാനിപ്പോൾ അടുത്ത നിമിഷം കാണിച്ചു തരാം. ഇന്ത്യനെയും ഭൂട്ടാനെയും വേർതിരിക്കുന്ന മതിൽ കണ്ടില്ലേ? പണ്ടൊക്കെ താഴ്ന്നിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഹൈറ്റ് കൂട്ടി നമ്മൾ നേരെ ഇമിഗ്രേഷനിൽ കയറുകയാണ്. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. അടിപൊളിയാണ്. എല്ലാത്തിൻ്റെയും വില നേരെ പകുതിയാണ്. എല്ലാം ഫോറിൻ ഡ്രിങ്ക്സ് പകുതി റേറ്റാണ്. 4925, 3185, 4890, 3155. നമ്മളെ എടുക്കുന്ന പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്തിട്ട് പാസ്പോർട്ടിൻ്റെയും പെർമിറ്റിൻ്റെയും കോപ്പി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാവുന്നതാകും. ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. കൂടാണ്ട് പെർഫ്യൂംസ് ഉണ്ട്.
ഡ്രിങ്ക്സ് ആണ് മെയിൻലി. ജാക്ക് ഡാനിയൽസ് 3880 2155. Woodford Reserve. ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. നമ്മൾ കലൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ടെൻസീൻ, നുഗൈൻ ആൻഡ് സോനം എല്ലാവരും ഞങ്ങളെല്ലാം ഇവിടെ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവാണ്. നാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. നാളെ ബാഗ്ഡോഗ്ര പോകണം. ബാഗ്ഡോഗ്ര എന്ന് മറ്റന്നാളാണ് ഫ്ലൈറ്റ്. പിന്നെ ഞങ്ങളെല്ലാം ഒരു ഗെറ്റ് ടുഗദറാണ്. ഇവിടെ ഒരു കരോക്കെ ക്ലബ് ഉണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ നാളെ വൈകിട്ട് ബാഗ്ഡോഗ്ര, മറ്റന്നാൾ ഞങ്ങൾ ഇവിടെ പോകും. നമ്മൾ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് പിടിക്കും.